ലോക ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി ഗുജറാത്തിലെ ജാംനഗറിലുള്ള അനന്ത് അംബാനിയുടെ വന്യജീവി സംരക്ഷണ കേന്ദ്രമായ വൻതാര സന്ദർശിച്ചു. എന്നാൽ അതൊരു സാധാരണ താര സന്ദർശനമായിരുന്നില്ല, മറിച്ച് പുരാതന ഭാരതീയ പാരമ്പര്യവും ആധുനിക ശാസ്ത്രീയ മൃഗസംരക്ഷണവും ഒരു ആഗോള മനുഷ്യസ്നേഹിയുടെ കണ്ണുകളിൽ ഒന്നിക്കുന്ന അപൂർവ സംഗമമായിരുന്നത്. പ്രകൃതിയോടുള്ള സനാതനധർമ്മത്തിന്റെ ആദരവിൽ വേരൂന്നിയ പവിത്രമായ ആചാരങ്ങളിൽ തുടങ്ങി ലോകോത്തര നിലവാരത്തിലുള്ള വന്യജീവി പുനരധിവാസത്തിന്റെ ഹൃദയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുന്നതായിരുന്നു മെസ്സിയുടെ സന്ദർശനം. മെസ്സിയുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു അധ്യായമായി അത് മാറുകയും ചെയ്തു. അദ്ദേഹത്തിന് ഊഷ്മളവും പരമ്പരാഗതവുമായ വരവേൽപ്പാണ് വൻതാരയിൽ ലഭിച്ചത്. എല്ലാ സംരക്ഷണ പ്രവർത്തനങ്ങളും പ്രകൃതിയോടുള്ള മെസ്സിക്കായി വൻതാരയിൽ ഒരുക്കിയത്. സനാതനധർമ്മത്തിന്റെ കാതലായ ഈ ആശയം മെസ്സിയുടെ സന്ദർശനത്തിന് സവിശേഷമായ ഒരു തലം നൽകുകയും ഒരു സാധാരണ സെലിബ്രിറ്റി പര്യടനത്തിൽ നിന്ന് പ്രകൃതിയോടുള്ള ആദരവിൽ അധിഷ്ഠിതമായ ഒരു തീർത്ഥാടനമാക്കി മാറ്റുകയും ചെയ്തു. സഹതാരങ്ങളായ ലൂയിസ് സുവാരസ്, റോഡ്രിഗോ ഡി പോൾ എന്നിവരോടൊപ്പം വൻതാരയിൽ കാലുകുത്തിയ മെസ്സിയെ കാത്തിരുന്നത് കാഴ്ചയുടെയും ശബ്ദത്തിന്റെയും വർണ്ണങ്ങളുടെയും ഒരു സമന്വയമായിരുന്നു. ക്ഷേത്രത്തിൽ നടന്ന മഹാ ആരതിയിലും മെസ്സി പങ്കാളിയായി. ഹരിതോർജ സമുച്ചയവും ലോകത്തിലെ ഏറ്റവും വലിയ റിഫൈനറി കോംപ്ലക്സും സന്ദർശിച്ച മെസ്സി ഈ സംരംഭങ്ങളുടെ വലിപ്പവും അതിനു പിന്നിലെ ദീർഘവീക്ഷണവും കണ്ട് തന്റെ അത്ഭുതം മറച്ചുവെച്ചില്ല. ഓരോ കേന്ദ്രത്തിലും വിദഗ്ധ വെറ്റിനറി പരിചരണം, ഓരോ മൃഗത്തിനും അനുയോജ്യമായ പോഷകാഹാരം, സ്വഭാവ പരിശീലനം, ശാസ്ത്രീയമായ പരിപാലന രീതികൾ എന്നിവയിലൂടെ മൃഗങ്ങൾ ആരോഗ്യത്തോടെ ജീവിക്കുന്നത് അദ്ദേഹം നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, മുംബൈ.